തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ. എന്നാൽ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നാണ് ആരോപണം രാഹുൽ ആരോപിക്കുന്നത്. അതേസമയം ആരോപണങ്ങളെ നിയമപരമായി തെളിയിക്കുവാൻ രാഹുലിനെ വെല്ലുവിളിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തി. വിശദാംശങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഇന്ന് ഉച്ചയ്ക്ക് രാഹുൽ ഗാന്ധി ഈ വാർത്താസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. ഒരുപക്ഷെ നമ്മൾ മാത്രമാകും അതിന് വലിയ പ്രാധാന്യം നൽകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയതോടെ പഴയ ആവേശമൊന്നും ഈ രാഹുലിന് പിന്നിൽ നിന്ന മാധ്യമങ്ങൾക്കുമില്ല, രാഹുലിനുമില്ല. പറയൂ ശ്രീകാന്ത്. ഗൗതം, രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾക്ക് സാമാന്യബോധമുള്ളവർ ഇപ്പോൾ വില നൽകാത്ത സാഹചര്യമാണുള്ളത്. ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ അടുത്തിടെ, അതായത് ഒരു 2 ദിവസം മുൻപ് അദ്ദേഹം നടത്തിയ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്ന അദ്ദേഹത്തിന്റെ ഒരു ആരോപണമുണ്ടായിരുന്നു. അതായത് അടിച്ചിട്ടോടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം. തെളിവുകളൊന്നും ഹാജരാക്കത്തുമില്ല. ആരെങ്കിലും കേസുമായി പോയാൽ മാപ്പ് പറയും, രക്ഷപ്പെടും. ഇതാണ് അദ്ദേഹം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. അങ്ങനെ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയതിന് രേഖയുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈരേഖയല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അന്ന് കോടതി അടിമുടി അദ്ദേഹത്തെ വിമർശിച്ചു. നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് പോലും കോടതിക്ക് ചോദിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി നടത്തി എന്ന് കരുതിയാൽ മതി. ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് വസ്തുത. ആരോപണങ്ങൾ, ഭീഷണികൾ, അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ, ഇത് മാത്രമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരുമെന്നും അന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ലെന്നും ഒരു ഭീഷണി കൂടി പറഞ്ഞിട്ടുണ്ട് നിലവിലിപ്പോൾ രാഹുൽ ഗാന്ധി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി വന്ന ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു എന്ന് പറയുന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചു. അത് നേരത്തെ തന്നെ പറയുന്നതാണ്, അതാരും മൈൻഡ് ചെയ്യുന്നുമില്ല. മറ്റൊന്ന്, ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ കർണാടക വോട്ടർ പട്ടികയിൽ 40,000-ത്തിലധികം വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർമാരുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നതിൽ കോൺഗ്രസിന്റെ പ്രത്യേക സംഘം വിശദമായ പരിശോധന നടത്തിയെന്നും രാഹുൽ അവകാശപ്പെടുന്നു. ഇതിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം പലതവണ ആവശ്യപ്പെട്ടതാണ്. അതോടൊപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസും അയച്ചിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കൂ, അല്ലെങ്കിൽ മൊഴി നൽകാൻ വരൂ എന്ന് പറഞ്ഞതാണ്. മൊഴി നൽകിയില്ല എന്ന് മാത്രമല്ല, ഹാജരായത് പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വീണ്ടും ആരോപണങ്ങൾ തുടരുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴും തന്റെ ആരോപണവുമായി നിറയുകയാണ്. പോലെ ആറ്റം ബോംബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നനഞ്ഞ പടക്കമായി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മാറുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്ന് ഉച്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. പക്ഷേ അതിന് തെളിവുകൾ ചോദിച്ചുകൊണ്ട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ, സത്യവാങ്മൂലം നൽകാൻ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ അതിനോട് കൃത്യമായ മറുപടി പറയുവാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത് ശ്രീകാന്ത്.